ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എപ്പോഴും നമ്മൾ എഡ്യൂക്കേഷൻ കരിക്കുലൊക്കെ ഐക്യൂവിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഐക്യൂവിനെക്കാട്ടിലും ശരിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇക്യൂവിനാണ്. ഇമോഷണൽ കോഷ്യൻ്റാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് നമ്മളെ ഇമോഷൻസിനെ സെൽഫായിട്ട് മനസ്സിലാക്കാനും ആ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർ ഇമോഷൻസിനെ മനസ്സിലാക്കാനും പറ്റുന്നതിനാണല്ലോ നമ്മൾ ഇക്യൂ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എവിടെ നമുക്ക് യെസ് പറയാം, എവിടെ നമുക്ക് നോ പറയാം, എൻ്റെ ബൗണ്ടറി എന്താണ്. ഒരു സെൽഫ് അവയർനെസ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കുട്ടി വലിയ സ്കൂളിൽ പഠിച്ചു, അല്ലെങ്കിൽ CBSE ICSE ഒക്കെ പഠിച്ചിട്ട് ആ കുട്ടിക്ക് ഒരു സെൽഫ് അവയർനെസ് ഇല്ല. ആ കുട്ടിക്ക് എന്താണ് ആ കുട്ടി എന്നുള്ളതിനെ അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എന്ത് വാല്യൂ ഉള്ളത്? ആ കുട്ടിക്ക് സെൽഫായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇക്യൂൻ്റെ 2ാമത്തെ സെഗ്മെൻ്റാണ് സെൽഫ് റെഗുലേഷൻ. അറിയില്ല. പിന്നെ എംപതൈസ് ചെയ്യാൻ അറിയില്ല. ആ കുട്ടിക്ക് ലൈഫിലൊരു മോട്ടിവേഷൻ ഇല്ല. സെൽഫായിട്ട് അസസ് ചെയ്യാനും മനസ്സിലാക്കാനും സോഷ്യലൈസ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സിസ്റ്റത്തിന് മൊത്തം ഫെയിലിയർ ആണ്. അപ്പോൾ ഇതും കൂടെ ഈ ഒരു EQ കൺസെപ്റ്റും കൂടെ നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ സ്ഥാനത്തിൽ വരേണ്ടതുണ്ട്.